ഹായ്. ഹലോ. അപ്പൊ ഇന്ന് ഉത്രാടാണ്. ഉത്രാടത്തിന്റെ അന്ന് രാവിലെ തലേ ദിവസമായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. ഞങ്ങളുടെ യൂണിറ്റിന്റെ ഓണാഘോഷം തകർത്തു. ലേറ്റായി വന്ന് കിടന്നു ഉറങ്ങി. ഇന്ന് നേരത്തെ പോരണമെന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 8-9 ആയപ്പോ ഇറങ്ങി. വലിയ ബ്ലോക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ നേരെ തൃശ്ശൂർ പോവാം. ഇനി തൃശ്ശൂർ പോയിട്ട് ഫുൾ പരിപാടികളാണ്. ഇന്ന് പരിപാടിയില്ല. നാളെ നമ്മുടെ ഡോണിന്റെയും ഡിവൈന്റെയും പിള്ളേരുടെ ഒക്കെ ഫംഗ്ഷൻ നാളെയാണ് നമ്മുടെ. അപ്പൊ അത് തകർക്കാനുള്ള പോക്കാണ് ഞങ്ങൾ. ഓണം പിന്നെ കഴിഞ്ഞു. ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഓൾറെഡി. ഫാമിലിയുടെ ഓണവും മുമ്പ് അന്ന പോണതിന് മുമ്പ് സെലിബ്രേറ്റ് ചെയ്ത്. ഇപ്പൊ ഞങ്ങളുടെ എല്ലാ ഓണങ്ങളും കഴിഞ്ഞു അല്ലേ? ഇവന്റെ സ്കൂളിലത്തെ, ഞങ്ങളുടെ പള്ളിയിലത്തെ, ഞങ്ങളുടെ യൂണിറ്റിന്റെ എല്ലാം ഇന്നലത്തെ ഓണം തകർപ്പന. ആ വീഡിയോ ഇത് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണാൻ. കാരണം അത് കുറെ എഡിറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഞങ്ങളുടെ മാവേലിയായിരുന്നു ഞങ്ങളുടെ ഹൈലൈറ്റ്. നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ പോണ വഴിക്ക് കഴിക്കണം. ഇപ്പൊ നമ്മള് ശരിയായിട്ടില്ല. നല്ല ലേറ്റ് ആയി കിടന്നു. കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവന് ഇതും ഉണ്ടായിരുന്നു, എക്സാമും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിപ്പോ ഇനി 3 എക്സാം ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് 3 കൂടി ഉണ്ട്. എന്തായാലും പോവാ ഞങ്ങള്. ഹാപ്പി ഓണം. ഇവനിങ്ങനെ ഇരിക്കുന്നത് ഇതിനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എണീറ്റ വഴിക്ക് ഒരു തുമ്പലും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഉഷാറായിട്ട് ഇരുന്നേനെ. പിന്നെ നമ്മൾ അക്കിയുടെ കുറെ നാൾക്ക് ശേഷം അക്കിയുടെ പഴയ വീട്ടിലേക്ക് പോവാട്ടോ. അക്കി നല്ല അടിപൊളി ഡിവൈന്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു. നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വീട്. ചെന്നിട്ട് വേണം അത് നമുക്ക് നേരിട്ടൊന്ന് കാണാനായിട്ട്. അപ്പൊ ഓക്കെ, നമ്മൾ ആലുവ എത്തി. ആലുവ ഡ്രൈവ് സേഫ്ലി, ബാങ്ക് സെക്യൂർഡ്. ഇവിടെ ട്രാഫിക് സിഗ്നൽ അല്ലേ, ഇതുവരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറവൂർക്കാവിലെത്തിയപ്പോൾ നമ്മൾ കേരള ചിപ്പ് സെൻറ്ററിൽ സാധാരണ ഓണത്തിന് ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കാറ്. ഫ്രഷ് സാധനം കിട്ടുന്ന നല്ല സാധനം ആയിരിക്കും അവിടെ നിന്ന്. അപ്പോൾ നമ്മളവിടെ നിന്ന് ചിപ്സും ശർക്കര വരട്ടി ഇത് രണ്ടും വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടാ. രാവിലെ എറണാകുളത്ത് നിന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നപ്പോൾ അമൽച്ചേട്ടൻ പറഞ്ഞു കുറച്ചും കൂടി പോട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നിർത്തി. പക്ഷെ അവിടെ നിന്ന് ഫുഡ് കിട്ടിയില്ല. നമ്മൾ മടങ്ങി. നമ്മൾ ചാലക്കുടിക്കുമ്പോഴുള്ള ശരവണ ഭവനിൽ നിന്ന് പിന്നെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടാ. അവിടെ നിന്നാണ് ഫുഡ് കിട്ടിയിട്ട്. അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഉത്രാടത്തിനാളായ കാരണം തന്നെ നല്ല തിരക്കായിരുന്നു. അവിടെ നമ്മൾ പോണ വഴിക്ക് മമ്മിയുടെ അടുത്ത് ആദ്യം പോയി. മമ്മിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അതിന് ശേഷം ഞങ്ങൾ ഡാഡിയുടെ അടുത്ത് പോയി. ഡാഡിക്കന്ന് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാഡിനെ കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നതിന് ശേഷം ഡാഡി ഒന്ന് മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉത്രാടം ആയതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗുഡ് വില്ല് പോകണമായിരുന്നു. അപ്പോൾ പോണ വഴി ഇത് നമ്മുടെ സെൻറ്റ് തോമസ് കോളേജ്, അമൽച്ചേട്ടൻ പഠിച്ച കോളേജ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ആ വഴി കൂടെ പോകുമ്പോൾ ഇവന് പറഞ്ഞു കൊടുക്കും അതിൻ്റെ ശേഷം സെൻറ്റ് മേരീസ് കോളേജ്, ഞാൻ പഠിച്ച കോളേജ്. ഇത് കേട്ട് അവന് ഭ്രാന്തായി. ഇത് ഞാൻ പഠിച്ച സേക്രഡ് സ്കൂള്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ് വില്ലെത്തി. ഗുഡ് വില്ലിൽ നിന്ന് എനിക്ക് പിറ്റേ ദിവസം ഇടാനുള്ള സാരിക്ക് മാലയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്കീരോടെ പോയത്. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പണ്ട് ഭയങ്കര വിലയായിരുന്നു ഗുഡ് വില്ല്. പക്ഷെ ഇപ്പം അങ്ങനെ റീസണബിളായിട്ട് എനിക്ക് തോന്നിയിട്ടാ. പണ്ട് ഭയങ്കര റേറ്റ് ആയിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അത് കഴിഞ്ഞ് അക്കീര അടുത്തേക്ക് പോയോണ്ടിരിക്കുക. അക്കീര അവിടെ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് കൊഴുക്കുള്ളി എന്ന് പറയണത്. അപ്പോൾ അക്കിയുടെ വീട് എത്തി. അങ്ങനെ ഇതാട്ടോ അക്കിയുടെ വീട്. ഇനി ഫുൾ അക്കിയുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു. അക്കിയുടെ വീട് എടുക്കട്ടെ. വീട് സെറ്റപ്പായിട്ട് പോന്നേക്കണേ. ക്ലോക്ക് സൂപ്പർ. ഇതാക്കി പറഞ്ഞല്ലേ? ഓ രൂപ കൂട് രസ. ഇത് യൂദാസ്ലീഹ സുന്ദരി.
അക്കിയുടെ ഹോള് സെറ്റ് ചെയ്തേക്കണം കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കൂട്ടിയാണ്. നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ ആണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു ദീവാൻ്റെ സെറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ സെറ്റുകൾ അങ്ങനെ വല്ലാണ്ട് വാരിക്കൂരി സാധനം ഫർണിച്ചർ നിറച്ചിട്ടില്ല. ബാക്കി കുറച്ച് മേലെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, സിമ്പിൾ ആൻഡ് ഡിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ ബെന്യൂട്ടൻ, ദേ നമ്മുടെ അക്കി, ഏഞ്ചൽ, പാപ്പനും അക്കി സാരി എടുത്ത ഫോട്ടോ ആണ് പച്ച, ഡയോൺ, ഏഞ്ചൽ. അപ്പോൾ അവർ അയർലൻഡിലായതുകൊണ്ട് തന്നെ അവർക്ക് ഈ വീഡിയോസിലൂടെയാണ് വീട് റെനോവേറ്റ് ചെയ്തത് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഡയോണിനും ഏഞ്ചലിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണത് ഫുൾ. അപ്പോൾ അവർക്ക് വീട് കണ്ട പോലെയായില്ലേ. ഇത് ഫുൾ അക്കി വീട് മാറണം എന്ന് ഫുൾ സെറ്റായിട്ട്. അതിന് മുമ്പ് ചേച്ചിയും വസന്തേച്ചിയും അക്കിയും പാപ്പനും കൂടി ഫുൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതിന് അക്കിക്ക് നല്ലൊരു ഇത് കൊടുക്കണം നമുക്ക്. ഈ വിൻഡോ വെച്ചിട്ടുള്ള കുപ്പികളൊക്കെ അക്കി പണ്ട് പെയിന്റ് ചെയ്തിട്ടില്ല കേട്ടോ. വീട്ടിലുള്ള എല്ലാ കുപ്പികളും അക്കി പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ. ഇത് സ്റ്റിക്കർ നന്നായിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് മുട്ടിച്ചിട്ടുള്ള പീക്കോക്കിൻ്റെ നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് വർക്ക് ഏരിയ ഉണ്ട്. എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട്. അക്കിയുടെ കുപ്പികൾ അക്കി വർക്ക് ചെയ്തത് എല്ലാ കുപ്പികളും സൂപ്പറായിട്ടുണ്ട്. ഒരു 10-15 കുപ്പികളുണ്ട് കേട്ടോ മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ബാക്കിൽ ഒരു അലക്കുകല്ല്. അത് കഴിഞ്ഞ് സൈഡിൽ അക്കിയുടെ കുറച്ച് കൃഷിയുണ്ട്. പണ്ട് അവിടെ വീട്ടിലുണ്ടായിരുന്നില്ലേ കുഞ്ഞി പുളി ഉണ്ടായിട്ട് അത് നിറച്ച് പുളി, പപ്പായ, പിന്നെ കുള്ളി, പിന്നെ വേറെ എന്തൊക്കെയോ കണ്ടു ഞാനവിടെ. പിന്നെ വെണ്ടയ്ക്കാന്ന് തോന്നുന്നു. അതിൻ്റെ കൃഷിയുടെ ചെടികളൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ മൊത്തം നല്ല ഗാർഡനായി സെറ്റ് ചെയ്ത് വരുന്നു. ഒക്കെ ശരിയായിട്ട് വരുന്നുള്ളൂ. കണ്ടോ പുളി ഉണ്ടായിട്ടുണ്ട്. ഇത് അക്കിയും പേപ്പനും കിടക്കുന്ന ബെഡ്റൂം ആട്ടോ. ഇതിൽ വല്ലാണ്ട് സാധനങ്ങളൊന്നും നിറച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ കബോർഡുമ്പോൾ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അതേമാതിരി എൻ്റെ മമ്മിയുടെ ഫോട്ടോ, പിന്നെ അപ്പുറത്ത് മാതാവിൻ്റെ ഫോട്ടോ, അക്കി വല്ലാർപ്പാടത്തമ്മേനെ കുറേ പ്രാർത്ഥിക്കുന്ന. ഇത് ഡയോണിൻ്റെ മോൻ ബെന്യൂട്ടൻ. ഇത് ബെന്യൂട്ടൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോസ്. നല്ല രസമുണ്ട്. മമ്മി. അങ്ങനെ വല്ലാണ്ട് വാരിക്കോരി സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷെ നല്ലതുണ്ട്. ഹാൻഡ് വാഷിന് പകരം അല്ലേ? ഹാൻഡ് വാഷ് ആണത്. ഫസ്റ്റ് ടൈം കാണാം. ഇത് താഴെ തന്നെ വേറെ ബെഡ്റൂം. ഇത് നമ്മുടെ വസന്തേച്ചിക്ക് കിടക്കാൻ കൊടുത്തിട്ടുള്ള ബെഡ്റൂം ആട്ടോ. ഇതാണ് താണ്ടുമാമ. അത് അപ്പുറത്തുള്ളത് നമ്മുടെ അപ്പാപ്പനാട്ടോ. ഞങ്ങളുടെ അപ്പാപ്പനും അമ്മാമ്മ. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നും പറയാനില്ല. ഇത് താഴെ തന്നെ ഇതിൻ്റെ അടിയിലാട്ടോ അയൺ ചെയ്യണ സ്ഥലം. അവിടെ അതിൻ്റെ അടിയിലാക്കി. അപ്പോൾ പിന്നെ സ്ഥലം പോകില്ല. അങ്ങനെ മേലെ പോകുമ്പോൾ ഈ കർട്ടൻ പണ്ടേ ഇവിടെ സ്ഥിരം ഇടാറുള്ള നല്ല. പിന്നെ മേലെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് മേലെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആരും താമസിക്കാനില്ലല്ലോ. പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ വരുമ്പോൾ ഇവിടെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. ഊഞ്ഞാലും അവിടെ ഇരുന്ന് ഊഞ്ഞാലും നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ നല്ല ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റ്. ഇതൊക്കെ അക്കി ചെയ്ത കുപ്പികൾ അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. അത് കണ്ടോ അവിടെ ഇരുന്ന് ആടുമ്പോൾ നല്ല കാറ്റ്, നല്ല രസമുണ്ട് അവിടെ. ആ ഒരു സ്പോട്ട് നന്നായിട്ടുണ്ട്. ഇവിടുന്ന് മേലെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ വ്യൂ നന്നായിട്ടുണ്ട്. ഇനി ഈ കാണുന്ന കുപ്പികളിലൊക്കെ മണി പ്ലാന്റ് സെറ്റ് ചെയ്യണം കേട്ടോ. അതിന് പതുക്കെ സെറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ചേച്ചി തലേദിവസം എല്ലാം വെച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറി, മീൻ വറുത്തോ, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ദേ മീൻ ചേച്ചിയുടെ പായസം സൂപ്പറായിട്ടുണ്ട്. തലേദിവസം മീൻ ചേച്ചി നമ്മുടെ സദ്യക്കുണ്ടായ പായസം കുറച്ച് ബാക്കി വന്നപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്കി കൊണ്ടുവന്നാ. ഇതേ കണ്ട ഫുൾ ചെടികൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ
ഇനിയുണ്ട് കുറേ ചെടികൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ഉള്ളത് വെച്ചിട്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി കുറേ വരാനിരിക്കുന്നുണ്ട്, കുറേ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് വേറെ തരത്തിലായിരിക്കും അക്കിയുടെ ചെടികൾ മൊത്തം. കണ്ടോ, ഇത് ബോട്ടിൽ മേരിച്ചിട്ട് വീട്ടിലുണ്ട്. ചെടിയുടെ പേര് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് സാധനം കാണാനായിട്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇത് എത്ര തവണ വെച്ചിട്ടും മര്യാദയ്ക്ക് ഉണ്ടാവുണ്ടായിരുന്നില്ല. ഇത് നല്ല രസത്തിലുണ്ടായിട്ടുണ്ട്. കുറേ ചെടികൾ അത് നമ്മുടെ പൂങ്കുന്നം വീട്ടിലിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു, റൗണ്ട് ചെയ്തിട്ട് മണി പ്ലാന്റ് സെറ്റ് ചെയ്തതൊക്കെ. ഇത് ഡയോൺ അയർലൻഡിൽ നിന്ന് കൊടുത്തു വിട്ട ലൈറ്റ് ആട്ടോ, സോളാറിൻ്റെയാണ് ലൈറ്റ്. അപ്പോൾ ഇത് നല്ല വെയിലുള്ള ദിവസം മാത്രം കത്താറുള്ളൂ. അപ്പോൾ ഇത് കത്തി തുടങ്ങിയപ്പോഴേക്കും പേപ്പനോട് പറഞ്ഞു വേഗം എടുത്തോ, ഇപ്പം തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഞാൻ ചെന്ന കാരണമാണോ എന്നറിയില്ല, ഒരു 10 മിനിറ്റോളം കത്തി. എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയ വീഡിയോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്നറിയില്ല, പക്ഷെ നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കളേഴ്സ്. അപ്പോൾ സാധാരണ അവർ ഉള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ മഴയുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ വെയിലുണ്ടായിട്ടും 5 മിനിറ്റ് പോലും തേച്ച് നിന്നിട്ടുണ്ടായില്ല. അന്നൊരു 10 മിനിറ്റ് നന്നായി നിന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ഡയോണ കൊടുത്തു വിട്ടിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്തായാലും കണ്ടില്ലേ ഡയോണ, നല്ല രസമല്ലേ, നല്ല ഇഷ്ടമായി എനിക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്ര കളറല്ലേ? അത് കഴിഞ്ഞിട്ട് ആദ്യം ഓഫീസ് വിട്ട് വന്നു. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മണിയൊക്കെ അവിടെ പിറ്റേ ദിവസം അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ തലേ ദിവസം അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടിയാകുമ്പോൾ ഭയങ്കര ലെങ്ത്താവും. അപ്പോൾ ഞാനിതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ വീഡിയോ ഇടാട്ടോ. അത് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കണ്ടിന്യൂഷനായിട്ട് കാണിക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി ചന്ദനത്തിരി കത്തിക്കണ ആ സ്റ്റാൻഡ്. ഇതാക്കി വാങ്ങിയത് ഇപ്പോൾ പുതിയതാ, ചെയ്യിപ്പിച്ചല്ല അല്ലേ, മരത്തിൻ്റെ അല്ലേ, വെയ്റ്റ്ലെസ്സും ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നാലെണ്ണം കത്തിക്കോ കൊതുകിന്? ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കൊതുകില്ലാണ്ടിരിക്കാനായിട്ട്. അല്ല, മെഴുതിരി കൊണ്ടുവന്നിട്ടുണ്ട്. മെഴുതിരി കത്തിച്ച് കൊതുക് ഉണ്ടാവില്ലേ? സ്പെഷ്യലാ, സൂപ്പറാണല്ലോ. മണം വരുന്നില്ലല്ലോ. ആ മണമുണ്ട്, നല്ല മണം. കത്തിച്ച് എന്ത് രസ, നല്ല മണം. ചില മണം എനിക്കിഷ്ടമില്ല, മരിച്ച വീട്ടിൽ കത്തിക്കണ. പക്ഷെ ഇത് നല്ല എന്താ, നല്ല രസല്ലേ? ആഹാ, സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുമ്പിലിരിക്കണ സാധനം എന്തിട്ടൊക്കെയാ അവിടെ? ഈ ചന്ദനത്തിരി കത്തിക്കണതിന്റെ മുമ്പിലിരിക്കണത് അതെന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങക്ക്. ഇതിങ്ങനെ തന്നെ വെച്ചാ പോരാ? ആ, അത് പുകയാണോ ഡാഡി? ഇതൊന്നും അങ്ങോട്ട് വയ്ക്കോ, ഇതിന്റെ ബാക്കിലേക്ക്. അത് അടിയിൽ പിടിക്കുക, ബാക്കിലേക്ക് വെക്ക്. ഇത് സാമ്പ്രാണി എത്തിക്കാം. നല്ല രസമുണ്ട് അല്ലേ? ഇത് സാമ്പ്രാണി എത്തിക്കാം അല്ലേ? ഇതൊക്കെ ഓൺലൈനാണ്. ഓൺലൈൻ ഇത് കണ്ടുപിടിക്കണതിനാണ് കഴിയുന്നത്. അപ്പൊ സാമ്പ്രാണിയുടെ മണം വേറെ ആവില്ലേ? വേറെയാണ് ഇഷ്ട സാമ്പ്രാണിയുടെ മണം. പക്ഷെ ആ ചന്ദനത്തിരി നല്ല മണം. ഇത് കൊള്ളാട്ടാ. ആഹാ, സൂപ്പറായിട്ട് പകയണണ്ട. തീപ്പെട്ടി വെക്കാൻ പറ്റില്ല. നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഇത് കുട്ടി ഇങ്ങനത്തെ സാധനങ്ങൾ ആണെങ്കിൽ അക്കിയോട് ചോദിക്കണം. ഡാഡി ഇത് അതിന്റെ മുമ്പിലായിട്ട് വെക്കാം പൊസിഷൻ. ഓരോന്നിനും ഓരോ സ്പേസ് ആക്കി. അതാണ് വീട് ഒതുക്കുന്ന കാര്യത്തിൽ അക്കീനെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ. നല്ല മണം കേട്ടോ, ഇഷ്ടമായി. ഇത് രാത്രി ലൈറ്റ് ഇട്ടിട്ടുള്ള രൂപക്കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കി. സൂപ്പറായിട്ട് തിരുഹൃദയം, മാതാവ്, ഔസപിതാവ്, വല്ലാർപ്പാടത്തമ്മ, ആന്തപുഷ്പണ്യാണ്, യൂദാസ്ലീഹ. ഇത് രസ ബൈബിൾ വെച്ചേക്കണു. മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഓ, ഇത് ക്യാൻഡില് ഒക്കെ വെക്കാൻ സെറ്റ് ചെയ്തത്. ഇതിലോ
സ്പ്രേ അത് നന്നായി, എനിക്ക് ഇഷ്ടമായി. ഇവിടെ ഭയങ്കര ഒരു ചൈതന്യം ഉണ്ട്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.